എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. വെൽക്കം ടു നളൻസ് വേൾഡ്. ഇന്ന് നമ്മൾ കാച്ചിൽ കൊണ്ടുള്ള ഒരു വിഭവമാണ് നിങ്ങൾക്ക് വേണ്ടി, ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു വിഭവമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നത്. നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച കാച്ചിലാണ് കേട്ടോ. ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ പിന്നെ ഓർത്തു കേട്ടോ വീഡിയോ ഒക്കെ എടുക്കണമെന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതായാലും പറിച്ചു വന്നത്. ഇപ്പോൾ നോക്കിയാൽ ഈ കാച്ചിൽ ഇതെല്ലാം വെള്ളക്കാച്ചിലാണ്. അപ്പോൾ 2-3 തരം കാച്ചിലുണ്ട് ഇവിടെ. അതിൽ ഇപ്പം മുകളിൽ ഒരു പിങ്ക് കളറുണ്ടെങ്കിലും അകത്ത് നല്ല വെള്ളയാണ്. ഇത് നേരത്തെ പുഴുക്കിന് വേണ്ടിയിട്ട് പറിച്ച കാച്ചിലാണ്. അപ്പോൾ ബാക്കി നടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കാച്ചിൽ നമ്മൾ നേരത്തെ 1 വർഷത്തോളം തന്നെ വയ്ക്കണം. ഇത് വാഴക്കാച്ചിൽ എന്ന് പറയും കേട്ടോ. തൂവെള്ള നിറമുള്ള കാച്ചിലിനാണ് ഏറ്റവും സ്വാദ് കൂടുതൽ. പിന്നെ ഈ പിങ്ക് കളറുള്ള കാച്ചിലുണ്ട്. ഞാൻ എടുക്കുന്നത് വെള്ളക്കാച്ചിലാണ്. അതാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. കാച്ചിലെടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ആ പുറം തോടൊക്കെ ചെത്തി നല്ല വൃത്തിയാക്കി, അതായത് ഒട്ടും മണ്ണ് കാണരുത്, അതുപോലെ നല്ല വൃത്തിയാക്കി കഴുകി ആദ്യം എടുക്കണം. എന്നാലും ഇതിനകത്ത് എവിടെയൊക്കെ മണ്ണ് കാണും. അത് പക്ഷേ ഇച്ചിരി മോൾ ഭാഗത്തൊക്കെ ഇച്ചിരി അതിൻ്റെ പുറം തോടുണ്ടെങ്കിൽ അതൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം അതിനെ വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിക്കണം. അതായത് ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അങ്ങ് അലിഞ്ഞു പോകണം. അത് കാരണം ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിക്കണം. ചെനക്കിയിടണ്ട. ഇതേപോലെ ഒരു സ്ക്വയറെന്നോ ദീർഘചതുരമെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. ഇച്ചിരി വലിയ കഷ്ണമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നല്ല വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കണം. എന്നിട്ട് വീണ്ടും കഴുകണം. അതായത് മണ്ണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മണ്ണുണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, ആ മണ്ണൊക്കെ മാറ്റി. അത് മാത്രമല്ല, ഇതിനകത്തൊരു ഈളാപ്പുണ്ട് കണ്ടോ. നല്ല തിക്ക് കൊഴുത്തൊരു ദ്രാവകം പോലെ വരും ഇതിനകത്ത്, ഈ കാച്ചിലിൻ്റെ ഒരു ഇത്. അതൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്ത് വച്ച കാച്ചിലാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ അതിൻ്റെ വലിപ്പം കണ്ടോ, ഓരോ കഷ്ണത്തിന് അതും നോക്കിയോണേ. അപ്പോൾ ഇത് ഈ വലിപ്പം വേണം. അതിനകത്ത് ആ തൂവെള്ളത്തിൽ നിറത്തി കാണുന്നത് ടെൻഡറായിട്ടുള്ള കാച്ചിലും, ഈ ഇച്ചിരി കളർ വ്യത്യാസം വരുന്നത് ഇച്ചിരി മൂത്ത കാച്ചിലുമാണ്. അപ്പോൾ മൂത്ത കാച്ചിൽ ഇച്ചിരി നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഇതുണ്ടാവും. ഇച്ചിരി അല്പം ഉപ്പും ചേർത്ത് നകയ്ക്കല്ല വെള്ളം ഇച്ചിരി കൂടുതൽ വെച്ചിട്ട് നമ്മളത് അടുപ്പത്തേക്ക് അങ്ങ് വയ്ക്കുകയാണ്. അടുപ്പത്തേക്ക് വെച്ചിട്ട് അടിയിൽ തീ കൊടുത്ത് വേവിച്ചു. അപ്പോൾ നമ്മൾ അടുത്ത ഒരു പാത്രത്തിൽ വലിയ ചീനച്ചട്ടി എടുത്തു. അതിനകത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയല്ലേ, ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കടുവറക്കണതിൻ്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടേ കടുകിടാവുള്ളൂ. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള അനുസാരികളൊക്കെ ഇടാവുള്ളൂ. ഇപ്പോൾ 2 ടീസ്പൂൺ കടുക് ഞാൻ ഇട്ടിട്ടുണ്ട്. വേണ്ട പടപടപടേന്ന് പറഞ്ഞ് പൊട്ടും. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇത്തിരി കൊല്ലമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക്, അത് ഒരു പ്രത്യേക രീതിയിലൊക്കെ അരിഞ്ഞ് അലങ്കോലപ്പെടുത്തിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും. കറിവേപ്പില, പച്ചമുളക് കീറിയത്, വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല. നിങ്ങളിങ്ങനെ വച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതേപോലെ തന്നെ കാച്ചിലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രുചി നമ്മൾ അറിയണമെങ്കിൽ അതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഇതിനകത്ത് കുരുമുളക് ചേർക്കണമെങ്കിൽ അത് അങ്ങനെ വയ്ക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാച്ചിൽ എന്ന് പറയുന്ന ആ ഒരു കിഴങ്ങ് വർഗ്ഗത്തിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇതൊക്കെ അതിൻ്റെ സമയം കൊടുത്ത് തന്നെ നന്നായിട്ട് അതിൻ്റെ ആ പ്രോസസ്സ് കറക്റ്റാകണം. അങ്ങനെ വെച്ചതിന് ശേഷം വേവിച്ച് വെച്ച കാച്ചിൽ, ഉപ്പിട്ട് വേവിച്ച് വെച്ച കാച്ചിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെയിനറിൽ വെച്ചിരിക്കുകയായിരുന്നു, അരിപ്പ വെച്ചിരിക്കുകയായിരുന്നു. അതെടുത്ത് വെച്ചു. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. നല്ല രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് കാച്ചിൽ. ഇതുപോലെ മെഴുക്ക് പുരട്ടിയെടുക്കുക. കാച്ചിൽ മെഴുക്ക് പുരട്ടി എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് പേര് വേണമെങ്കിലും വെച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ കാച്ചിലുണ്ടാക്കും. ശരിക്കും ഇത് വിദേശത്ത് ഉള്ളവരൊക്കെയാണ് കേട്ടോ മിസ് ചെയ്യണത്. ശരിക്കും അവർക്ക് ഓർക്കും, നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടോ? ഇല്ല. ചിലർക്ക് മണമുള്ളവരും ഉണ്ട് കേട്ടോ. നോക്കട്ടെ, വെന്തിട്ടുണ്ട് നല്ല. നോക്കി
നല്ല ചൂടുള്ള ആവി പറക്കണ കാച്ചിൽ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് മുളക്, അതായത് കൊല്ലമുളക് ഇടിച്ച് അങ്ങനത്തെ മുളകുണ്ടാക്കി അത് കൂട്ടി കഴിക്കാം. പക്ഷേ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഈ പുഴുക്കിൻ്റെ കൂടെ, പുഴുക്കല്ല, ഈ കാച്ചിലിൻ്റെ കൂടെ, ഇതിങ്ങനെ തയ്യാറാക്കിയ കാച്ചിലിൻ്റെ കൂടെ നല്ല മീൻകറിയാണ്. മത്തിയാണെങ്കിൽ നല്ല സൂപ്പറാണ്. പക്ഷെ ഞാനിന്ന് ഒരു ചൂരക്കറിയാണ് വച്ചിരിക്കുന്നത്. കണ്ടോ, ചുമല നല്ല മുളകിട്ട ചൂര. ഇനി ആ ചൂര എങ്ങനെയാണ് വയ്ക്കണമെന്ന് നോക്കാം. നല്ല ചട്ടിയിൽ, കഴുകിയെടുത്ത ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിക്കണം. കണ്ടോ, ഇതിങ്ങനെ ചുറ്റിക്കണം. ചുറ്റിച്ചിട്ട് അത് ഒന്ന് ചൂടാകണം. ചട്ടി ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് എന്നിവ ചതച്ച്, കറിവേപ്പിലയും കൂടി ചതച്ച് അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക, മൂപ്പിക്കുക. അതിനകത്ത് 2-3 കൊല്ലമുളകും കൂടി ഞാൻ ചുമ്മാ അലങ്കോലപ്പെടുത്തി ഇട്ടിട്ടുണ്ട്, അതുകൂടെ ഇട്ടു. ഒരു ടീസ്പൂണോളം, ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1-2 ഒക്കെ ഇടാം. ഇച്ചിരി മുളക് കൂടിയെന്ന് വെച്ചിട്ടുണ്ട് ആരും ഒന്നും പറയില്ല. നമ്മൾ തന്നെ നാളെ പിറ്റേ ദിവസം സഹിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. വെളിച്ചെണ്ണ ഉള്ള കാരണം അത് കുഴപ്പമില്ലെന്നേ, അത് കോമ്പൻസേറ്റ് ചെയ്തേ ഉള്ളൂ. മല്ലിപ്പൊടി കണ്ടോ, മല്ലിപ്പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി കൂടരുതേ. അതിന് ശേഷം ഇത് വയ്ക്കുമ്പോഴത്തേക്ക്, ഈ പൊടി ഇടുമ്പോഴത്തേക്ക് നമ്മൾ തീ സിമ്മിൽ ഇടാവുള്ളേ, കൂടുതൽ ഇത് ചെയ്യരുത്. ഒരല്പം മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുള്ളൂ. പിന്നെ ഉപ്പ്, ഈ ഉപ്പും കൂടെ ഇട്ട് ഇവരെ നന്നായിട്ട് ഒന്ന് ചൂടാക്കുക. അപ്പോൾ തീ വളരെ സിമ്മിൽ ഇടുള്ളൂ. ഇതേ കണ്ടോ, ഒന്ന് വഴണ്ട് വന്നു. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ, കുറച്ച് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അതിന് വേറൊരു ടേസ്റ്റാണ്. വെള്ളം ഒഴിച്ചാൽ വേറൊരു ടേസ്റ്റ്. ഞാൻ വെള്ളം ഒഴിക്കണം കേട്ടോ, തേങ്ങാപ്പാലൊന്നും എടുക്കാൻ ഇപ്പം സമയമില്ലാത്ത കാരണം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചതങ്ങ് വറ്റിച്ചു. അത് കാച്ചിലല്ലേ, കാച്ചിലിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കപ്പയുടെ കൂട്ടത്തിലൊക്കെ ഈ മുളകിട്ട കറിയാണ് ഏറ്റവും നല്ലത്. വറുത്തരച്ചെന്നൊക്കെ പറയും. ഇങ്ങനെ വെച്ച് നോക്ക്, വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറാണെന്നുള്ളത് ഉറപ്പാണ്. കണ്ടോ, തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും, ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ ഒരു 2 അല്ലി കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം നമ്മൾ ഈ ചൂര കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര എടുത്ത് നമ്മൾ ഇട്ടിരിക്കുകയാണ്. കണ്ടോ, ബാക്കി കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വറക്കാനാണ്, നാളെ കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് അവിടെ ഇരുന്നോട്ടെ. അത്ര മതി നാളത്തെ. അത് വേറൊരു പണി ഒഴിവാക്കി കിട്ടുമല്ലോ എന്ന് ഓർത്താൽ. അത് വയ്ക്കണ വീഡിയോ ഞാൻ പിന്നെ തരാം കേട്ടോ. ഇപ്പോൾ ദേ ഇളക്കി നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതി ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായി, ഏതായാലും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.